ഇന്ന് പലരും വീട് വെക്കാൻ വേണ്ടി ലോൺ എടുക്കും, ലോൺ അടക്കാൻ വേണ്ടി വീട് വിൽക്കും. പല വീട്ടിലും ഇപ്പോൾ പലിശ പട്ടിണിയാണ്. പലിശ കാരണത്താൽ മരണം കൊണ്ടുവരെ കടം വീട്ടിയവർ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. അത്രത്തോളം പലിശ നമ്മെ വരിഞ്ഞു മുറുക്കുന്നുണ്ട്. പലരും ഇത് അറിയുന്നില്ല. പലിശയും EMI-യും ലോണും എല്ലാം ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് ചോദിച്ചാൽ ഇത് പലിശക്കാർ അവർക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയതല്ലേ. പക്ഷെ നമ്മളെല്ലാവരും തെറ്റിദ്ധരിച്ചത് അത് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന്. പലരും എന്ത് ചെയ്യുന്നു, അനാവശ്യമായിട്ട് ലോണും EMI-യും ഒക്കെ എടുക്കുകയാണ്, വെറുതെ സിബിൽ സ്കോർ ഉയർത്തണമെന്ന ഉദ്ദേശത്തിൽ. സിബിൽ സ്കോർ ഉയർന്ന കാരണത്താൽ അത് പറഞ്ഞു നടന്ന് പുളകം കൊള്ളുന്നവർ വരെ ഇന്നുണ്ട്. പലരും വീട് വെക്കുന്നതും വണ്ടി വാങ്ങുന്നതും EMI ഉപയോഗിച്ചും ലോൺ ഉപയോഗിച്ചുമാണ്, നാട്ടുകാരെ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ്. പലരുടെയും ജീവിതത്തിൽ കൃത്യമായ പ്ലാനൊന്നും ഇത്തരം വിഷയങ്ങളിലില്ല. 20 വയസ്സാകുമ്പോഴേക്ക് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട് 30 വയസ്സാകുമ്പോഴേക്ക് നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഒരു വീടൊക്കെ വെക്കേണ്ടി വരുമെന്നുള്ളത്. മക്കളുണ്ടാകുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ഇവരുടെ കല്യാണം കഴിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത്. നമ്മൾ അത് കണ്ട് ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. ഒരു 10,000 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ 10,000 രൂപയ്ക്ക് 2 വർഷം കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ വാങ്ങുന്ന സാധനം പോലും വാങ്ങാൻ കഴിയില്ല. അതുകൊണ്ട്